നിക്ക്, നീ പോയിട്ട് എന്താ ചെയ്യാൻ പോണത്? അത് ആളെ കറക്കി കൊണ്ടുവരുമ്പോ കണ്ടാ മതി. ശ്രീ സന്ദീപ് വാര്യർ, ഞാൻ വന്നതേ ഒരു ന്യൂസ് കേട്ടു. ഇന്നിപ്പോ ലീഗിന്റെ വീടുകൾ വയനാട്ടിൽ പൂർത്തിയായിരിക്കുന്നു. 51 വീടുകൾ ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന വീടുകളിൽ ആദ്യഘട്ടത്തിലുള്ള 51 വീടുകളുടെ കൈമാറ്റം നടന്നിരിക്കുന്നു. അവരെ കേറി താമസിക്കും. നീ ആ കൈ ഇങ്ങോട്ട് തന്നെ. കൺഗ്രാറ്റുലേഷൻസ് മാത്യു, യു ഹാവ് പ്രൂവ്ഡ് ഇറ്റ്. നോക്കൂ, UDFന്റെ ഘടകകക്ഷിയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിക്ക് പക്ഷെ അവിടെ ഒന്നും ചെയ്യാൻ കഴിയാതെ ഈ ചടങ്ങിനെ വളരെ സന്തോഷത്തോടെ മൂന്നാമതൊരാൾ എന്ന നിലയ്ക്ക് നോക്കി നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ഇപ്പോഴുമുണ്ട്. അവിടെയാണ് CPM ചോദിക്കുന്നത്, ഒരു തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പോലും നിങ്ങൾ പ്രഖ്യാപിച്ച ഒരു പ്രൊജക്ടിനെ കുറിച്ച് എന്തെങ്കിലും ഒരു യാഥാർത്ഥ്യ ബോധത്തോടെ കൂടി പ്രതികരിക്കാൻ കഴിയാത്ത ഒരു പാർട്ടിക്ക് എങ്ങനെയാണ് ഒരു സർക്കാരിനെ ദീർഘദൃഷ്ടിയോടെ നയിക്കാൻ കഴിയുന്നത് എന്ന് കേരള ജനത ചിന്തിച്ചിട്ടുണ്ടാകില്ലേ എന്ന്. അത് ശരി. അല്ലെ, വയനാട്ടിൽ CPM വല്ല വീടും ഉണ്ടാക്കിയിട്ടുണ്ടോ? CPM ആസ് എ പൊളിറ്റിക്കൽ പാർട്ടി അവിടെ എന്താ ചെയ്തിരിക്കുന്നത്? CPM ഈ വാചകമടിയല്ലാതെ എന്താണ് CPM ചെയ്തിട്ടുള്ളത്? എന്റെ മുമ്പ് തൂങ്ങിച്ചത് ഞങ്ങൾ ഗവൺമെന്റിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. നിങ്ങൾ ഗവൺമെന്റിനെയും കോൺഗ്രസിനെയാണ് ഇക്വേറ്റ് ചെയ്യുന്നത്. നല്ല വസ്ത്രം കേട്ടോ, വഷളത്തരം തന്നെയാണേ പറയണത്. ഞാൻ ലീഗിനെയും കോൺഗ്രസിനെയുമാണ് താരതമ്യപ്പെടുത്തി നോക്കിയത്. അതങ്ങ് മനസ്സിൽ വെച്ചാ മതി. ഒരു മുന്നണിയിലെ ഒരു ഘടകകക്ഷി, താരതമ്യേന വലിയ ഘടകകക്ഷി നടത്തിയ വാഗ്ദാനം പാലിക്കപ്പെടാതെ പോവുകയും ഒരു ചെറിയ ഘടകകക്ഷി വാഗ്ദാനം അതിഗംഭീരമായി മനോഹരമായി പാലിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. അതിലൊരു ഇച്ഛാശക്തി ഇല്ലേ? അതോ ലീഗ് നിങ്ങളെക്കാൾ കേപ്പബിൾ ആണ് എന്ന് നിങ്ങൾ സമ്മതിച്ചു കൊടുക്കുകയാണോ? നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? ലീഗിനെ പറ്റി ലീഗിനെ അഭിനന്ദിക്കണം. ഞാൻ ശ്രീ എസ് കെ സജീഷേക്ക് പോകാം. ശ്രീ എസ് കെ സജീഷ്, ഞങ്ങൾക്ക് സർക്കാരിനെ ചോദ്യം ചെയ്യണം. സർക്കാരിനെ ചോദ്യം ചെയ്യുന്ന സമയം എന്താ? പെട്ടെന്ന് പണ്ട് ഞാനും ഇങ്ങനെയായിരുന്നു. അവിടെ സർക്കാർ പണി കൊടുത്ത വീടുകളുടെ അവസ്ഥ എന്താ? കൊല്ലിക്കാനായിട്ട് മുഖ്യമന്ത്രി അവിടെ പോയി ഉദ്ഘാടനം നടത്തി, മഹാമഹം നടത്തി. ഇതാ ഞങ്ങൾ അവിടെ ഒരാൾക്ക് കയറി താമസിക്കാൻ സാധിച്ചിട്ടുണ്ട്. അവിടുത്തെ അവസ്ഥ എന്താ? നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നല്ലേ? കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ. സംസ്ഥാനത്തെ മുഴുവൻ ഖജനാവും കൈകാര്യം ചെയ്യുന്ന സർക്കാരിന് പോലും ഈ നിമിഷം വരെ ഒരാളെ കയറ്റി താമസിപ്പിക്കാൻ പറ്റിയിട്ടില്ല. നാണമുണ്ടോ പോത്തെ? തനിക്ക് നാണമുണ്ടോ? ഇനി ഇവിടെ വന്ന ഇവൻ എന്നെ നാറ്റിക്കും. ക്ഷമിക്കണം, ഞാൻ പോയിട്ട് പിന്നെ വരാം.